പഠിച്ചിറങ്ങുന്നവരുടെ ഭാവി എന്താണ്? പലപ്പോഴും ഒരു ഭീകരമായ ചോദ്യമാണത്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ചിന്തിക്കില്ല. ഞാൻ ഇന്ന് ഇത് സംസാരിക്കാനുള്ള ഒരു കാരണം എൻ്റർപ്രണർഷിപ്പിനെ പറ്റി സംസാരിക്കണം എന്ന് ഒരു തോന്നലുള്ളതുകൊണ്ടാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ആപ്ത വാചകമുണ്ട്. അത് നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ ഒരു കോൺഫറൻസിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹം ചോദിച്ചു, ജീവിതത്തിലെ 3 കൊല്ലം നിങ്ങളുടെ സ്വപ്നമായ ഒരു ബിസിനസ് പടുത്തുയർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ 40 കൊല്ലം മറ്റൊരാളുടെ സ്വപ്നങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയി ആയിട്ട് ജീവിക്കാൻ നിങ്ങളെ കൊണ്ടാവും. അപ്പം അതൊരു ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ശരിക്കും പഠിച്ചു വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ +2 പഠിക്കുന്നത്, ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ +2 പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു സർട്ടൻ ഗ്രൂപ്പിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു സ്പെഷ്യലൈസേഷനാണ് ഈ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മാസ്റ്റർ സ്പെഷ്യലൈസേഷനാണ് PG സ്റ്റേജിലുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം എന്താവണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാവും. പക്ഷെ മറന്നുകൂടാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അത് ഈ പഠിച്ച ജോലി നമ്മൾ ഉദ്ദേശിച്ച ജോലിയിൽ നമ്മളെല്ലാവരും എത്തണമെന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ഇന്ന് 100 ആൾക്കാരിൽ 1-2 ആൾക്കാർക്കാണ് എൻ്റർപ്രണർ ആവാൻ പറ്റുക. അത് എൻ്റർപ്രണർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മുതൽ മുടക്കിൻ്റെ അല്ല ആവശ്യം. പക്ഷെ ആ ആവശ്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഈ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്നും കാണുക.